നമസ്കാരം, എൻ്റെ പേര് അതുൽ, ഇത് അഞ്ജു. നമ്മുടെ MIT മൂസയിലെ ഞങ്ങളുടെ ഉമ്മയായിട്ട് അഭിനയിക്കുന്ന സുരഭി ചേച്ചി ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേര് ടീച്ചിങ് നോട്ട് എന്നാണ്. അപ്പോൾ ടീച്ചിങ് നോട്ട് നിങ്ങളെല്ലാവരും കാണണം. അതിൽ കാണേണ്ട കാര്യമുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയും ഒരു ടീച്ചറും തമ്മിലുള്ളൊരു ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും പോയിട്ട് കാണുക. കാരണം അത്രയും ടച്ചിങ് ആണ് ആ ഒരു സ്റ്റോറി. ഞങ്ങൾ എല്ലാവിധ പ്രോത്സാഹനം അതിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളും പ്രേക്ഷകരായ നിങ്ങളും അതിന് പ്രോത്സാഹനങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ, അതായത് എന്താണ് ആ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് മനസ്സിലായ റിവ്യൂസ് കാര്യങ്ങളൊക്കെ അത് ഇതിൻ്റെ സംഘാടകർക്ക് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ട് എന്തായാലും അത് പോയി കാണാം. അതെ, എൻ്റെ ഉമ്മച്ചി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ ടീച്ചിങ് നോട്ട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലൂടെ എത്തിയിരിക്കുന്നത്. മാനസികാരോഗ്യം, അതായത് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കെയർ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ടീച്ചർ എങ്ങനെ ഒരു മാതൃക ആവാമെന്ന് ഞങ്ങളുടെ ഉമ്മച്ചി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഉമ്മച്ചീൻ്റെ പൊട്ടത്തരങ്ങൾ മാത്രമല്ല, ഉമ്മച്ചീൻ്റെ ഒരു എന്താ പറയുക നല്ല വശം കൂടി, ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ. അത് ടീച്ചിങ് നോട്ട് എന്തായാലും കാണാൻ പ്രോത്സാഹിപ്പിക്കാം. ഉണ്ണിച്ചേട്ടനെ കാണുന്നത് എനിക്ക് അന്ന് ഇങ്ങനെയാണ് അല്ലെങ്കിൽ സാറിൻ്റെ ബന്ധം എന്താണ് ഒന്നും അറിയുന്നില്ല. ഞാൻ അളകാപുരിയിൽ നമ്മളൊരു ഇയാളെ പരിചയല്ലേ, ഷാജറിനെ എനിക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഷാജറിൻ്റെ കീഴിലൂടെയാണ് ഞാൻ ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്നത്. അപ്പോൾ അളകാപുരിയിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ണിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഉണ്ണിയേട്ടൻ ആരാണെന്നോ എൻ്റെ അസോസിയേറ്റ് ആണെന്നോ അത്തരത്തിലുള്ളൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിയേട്ടനെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നല്ലൊരാൾ തന്നെയാണ്. കാരണം ഹരിഹരൻ സാറിനെയൊക്കെ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നിങ്ങൾക്ക് അറിയാം എത്തരത്തിലായിരിക്കണം ആ ഒരു ഡയറക്ഷൻ ഫീൽഡ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പം എല്ലാ വിധത്തിലും ആ ഷോർട്ട് ഫിലിമിന് പറ്റിയ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളത് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഉണ്ണിയേട്ടനും അതേപോലെ തന്നെയുള്ള പ്രോത്സാഹനം കൊടുക്കും. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ്റെ ആയിട്ടുള്ള ബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം അതിൽ നല്ലൊരു ഡയറക്ടറാണ്. കാരണം ഹരിഹരൻ്റെ ക്ലാസ്സിലാണ് അയാൾ പഠിച്ചത്. മുഖം നോക്കാതെ ആളുകളോട് എന്തും പറയാൻ ധൈര്യമുള്ള അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. അയാളുടെ ഫ്രെയിം വെച്ചാൽ അത് കറക്റ്റായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ടീച്ചിങ് നോട്ട് അതുപോലത്തെ ഒരു പടമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോത്രവർഗ്ഗക്കാർ ഒരു അമ്പ് ചെയ്താൽ അത് ഹൃദയത്തിൽ തട്ടും. അതുപോലെ എൻ്റെ മനസ്സിൽ അയാളെ പറ്റിയുള്ള ഒരു അമ്പുണ്ട്, കലയുടെ അമ്പ്. അതിലയാൾ ആദ്യ വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് നോട്ട് വലിയൊരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ചെറുപ്പം തന്നെ അറിയുന്നൊരു കുട്ടിയാണ്. അന്നേ എനിക്ക് നല്ല ടാലൻ്റുള്ളൊരു ചെറുപ്പക്കാരനായി തോന്നിയിട്ടുണ്ട്. ഹരിഹരൻ സാറിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ജാനകിക്കുട്ടി എന്ന് പറഞ്ഞ ഞങ്ങളുടെ പടത്തിൽ ഗൃഹലക്ഷ്മിയുടെ. അന്ന് മുതൽ എനിക്ക് ഇദ്ദേഹത്തെ വളരെ കാര്യമാണ്. ഞാനൊരു നല്ലൊരു സംവിധായകനായി തീരും എന്ന് അന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷെ ആദ്യം അത് പറഞ്ഞാൽ കുട്ടികളല്ലേ വഴിതെറ്റിച്ച് ഞാൻ അങ്ങനെ പൊന്തിച്ചാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇന്നിപ്പം മാനസിക വൈകല്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ട് ഹ്രസ്വചിത്രം നിർമ്മിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മുടെ സുരഭിയും കൂടിയാണല്ലോ അഭിനയിച്ചിട്ടുള്ളത്. ഞാനും സുരഭിയും ഇപ്പോൾ MIT മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഭാവിയിലും ഇദ്ദേഹം വളരെ നന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പടം എല്ലാവരും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കോട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് വല്ല തെറ്റും കുറ്റവും ഉണ്ടെങ്കിൽ തിരുത്താനും ഭാവിയിൽ നല്ലൊരു സംവിധായകനെ മാറാനും കഴിയുള്ളൂ. നമസ്കാരം. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുള്ള രചനയും സംവിധാനവും നിർവഹിച്ച ടീച്ചിങ് നോട്ട് ഒരു കുട്ടികൾക്കെല്ലാം കണ്ടിരിക്കാവുന്ന, രക്ഷിതാക്കൾക്കും ടീച്ചർക്കും കുട്ടികൾക്കും മാതൃകയാക്കാവുന്ന ഒരു ടെലിഫിലിമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വേഷം ആ സ്കൂളിലെ ഒരു ഹെഡ്മാസ്റ്റർ വേഷമാണ് ഞാൻ ചെയ്തത്. കുറച്ച് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഹെഡ്മാസ്റ്ററാണ്. എങ്കിലും ഇത്തിരി നന്മ എവിടെയോ അവശേഷിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അതിലഭിനയിച്ച ഒരു മാനസികമായിട്ട് ഒരു അസ്വസ്ഥതയുള്ളൊരു കുട്ടിയാണ് അതിലെ പ്രധാന കഥാപാത്രം. ഒരു മാനസികമായ വൈകല്യമുള്ള കുട്ടിയാണ്. ആ കുട്ടി സ്കൂളിൽ നിന്ന് പഠനം ഒഴിവാക്കി പോകുന്ന സമയത്ത് ഈ അധ്യാപകനെ നോക്കിയിട്ട് കണ്ണ് നിൽക്കുന്ന ഒരു സീനാണ്. അത് അധ്യാപകൻ്റെ ഈ ഹെഡ്മാസ്റ്ററുടെ ഹൃദയത്തിലാണ് അത് താക്കിയത്. അതിൽ നിന്ന് ഒരുപാട് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും.
ആ കുട്ടി ഇത് വിട്ടു പോകുമ്പോൾ ടീച്ചിങ് നോട്ട് ശരിയായ പേരുമാണത്. അതിലെ ടീച്ചർ, പ്രധാനപ്പെട്ട ഒരു ടീച്ചർ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചറാണ് ഈ കുട്ടിയുടെ മാനസികമായ വൈകല്യത്തെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി അതിനെ എങ്ങനെ പഠിച്ച് ഉന്നതിയിലേക്ക് എത്താം എന്ന് കാണിച്ചു കൊടുത്തതും ഈ ടീച്ചറാണ്. കുട്ടിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ടീച്ചറെ ഞാനിനി ടീച്ചറാകുമോ, കുട്ടിക്ക് ടീച്ചറാകുക എന്നുള്ളതാണ് കുട്ടിയുടെ ലക്ഷ്യം. കാണികൾക്ക് തോന്നും, അല്ല മറ്റുള്ള കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നും ഈ മാനസിക വൈകല്യമുള്ള ഈ കുട്ടി എങ്ങനെ ടീച്ചറാവാനാണ്. എന്നാൽ അതിൻ്റെ ക്ലൈമാക്സിൽ ആ കുട്ടി ടീച്ചറായിട്ട് തന്നെ വരികയാണ്. ആ ടീച്ചർക്ക്, ഈ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു പേന, ആ പേന പലപ്പോഴും ഈ കുട്ടി ചോദിക്കുമായിരുന്നു, ഇതെനിക്ക് തരുമോ ടീച്ചറെ, ടീച്ചറാകുമ്പോൾ എഴുതാനാണ്. അവസാനം ഈ പേന ആ കുട്ടിക്ക് കൈമാറി ഒരു തലമുറ, നമുക്ക് എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിലേക്ക് ആക്കാം, ഇത്തരം മാനസികമായിട്ടുള്ള വൈകല്യമുള്ള കുട്ടികളെ പോലും പഠിപ്പിച്ച് ഒരു സാധാരണ സ്കൂളിൽ പഠിപ്പിച്ച് ആ കുട്ടിയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് ഈ ഷോർട്ട് ഫിലിമായിട്ടുള്ള ടീച്ചിങ് നോട്ട്. അതിൻ്റെ സംവിധായകൻ, അതിന് പ്രത്യേകിച്ചിട്ട് ഇത് ഒരാളുടെ സൃഷ്ടിയാണെന്ന് പറയാൻ എന്നെപ്പോലെ ഒരാൾക്ക് സാധിക്കില്ല. ഒരു കുടുംബത്തിൻ്റെ സൃഷ്ടിയാണിത്. ആ കുടുംബത്തിലെ കൊച്ചു കുട്ടി മുതൽ ആ കുടുംബത്തിലെ ഏറ്റവും വലിയ 85 വയസ്സായ കാരണവർ വരെ അവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഈ ടെലിഫിലിമിനുണ്ടായിരുന്നു. അതുതന്നെയാണ് ആ ടെലിഫിലിമിൻ്റെ വിജയം. എവിടെയും ഇത് വളരെ സക്സസ് ആകും, ശ്രദ്ധിക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും എന്ന് മാത്രം ഇവിടെ പറയുന്നു. ഉണ്ണികൃഷ്ണനെ പോലെയുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകളുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ്. സാധാരണ ആളുകാർക്ക് അതൊന്നും അത്ര വലിയ ഭാഗ്യം, ഉണ്ണികൃഷ്ണൻ ആരാണ് എന്നൊക്കെ തോന്നുന്നവരും ഉണ്ടാവാം. ഉണ്ണികൃഷ്ണൻ്റെ പേരെവിടെയും അങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. പ്രശസ്തരായിട്ടുള്ള സംവിധായകർ നമുക്ക് മലയാളത്തിൽ ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനിയാണ് ഹരിഹരൻ സാർ. ഹരിഹരൻ സാറിൻ്റെയും ജയരാജിൻ്റെയും ഒക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ കൂടെയാണ് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് പ്രശസ്തനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്.